നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. സാധാരണ മൈഗ്രെയിൻ വരുമ്പോ വൊമിറ്റ് ചെയ്യാറുണ്ടോ? ചിലപ്പോ വൊമിറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഡോക്ടർ. എന്തായാലും സ്കാനിംഗ് ഒന്ന് കഴിയട്ടെ, നമുക്ക് നോക്കാം. മകന്റെ തായ് വഴിയിലും ചില വിഘ്നങ്ങൾ കാണുന്നുണ്ട്. ഒരു മരണം ഈ കുടുംബത്തിൽ സംഭവിക്കാനുള്ള സമയം കഴിഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ പലതവണയായില്ലേ തലവേദനയും തലചുറ്റലൊക്കെ വരുന്നത്? അതേടാ, പണ്ടേ ജയക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതല്ലേ. 3-4 വർഷമായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നല്ലേ. അതാ അച്ഛ, ഇനിയിപ്പോ വീണ്ടും മൈഗ്രെയിൻ തലപൊക്കിയതായിരിക്കോ? നോക്കാം. ഏതായാലും ഒന്ന് സ്കാൻ ചെയ്യുന്നത് നല്ലതാ, പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. അതെ അച്ഛ, നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കൃത്യമായി ഉറക്കം കിട്ടാത്തോണ്ടാവും വീണ്ടും തലവേദന ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത്. നിന്റെയും ഭാവനയുടെയും കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. അവളത് പുറത്ത് കാണിക്കാത്ത. പുറത്ത് കാണിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് നിന്റെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. ജയനിർമ്മല, പേഷ്യന്റിന് ബോധം വീണു. വന്ന് കാണണമെങ്കിൽ കാണാം. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. വാച്ച. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ദേവേട്ട. എന്താ അമ്മ ഉണ്ടായത്? അറിയില്ല മോനെ, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയത്. പിന്നൊന്നും ഓർമ്മയില്ല. സൂര്യ, ഡോക്ടർ വല്ലതും പറഞ്ഞോടാ? ഇല്ലമ്മേ, സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്. സ്കാനിങ്ങോ? അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇതിനു മുമ്പും നിന്നോട് ഡോക്ടർ സ്കാനിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ? അത് ഡോക്ടർമാരുടെ സ്ഥിരം നമ്പരാ ദേവേട്ട. ചുമ്മാ നിൽക്കുന്നവരെ പിടിച്ച് ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ എഴുതും. അമ്മ എല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണല്ലേ. ഞാൻ പിന്നെ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? ഇവരൊക്കെ പറയുന്ന പോലെ ചെയ്യണോ? തൽക്കാലം നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യേ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ. അമ്മേ, നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന എന്തിനാ? രോഗം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും അല്ലേ. അപ്പൊ പിന്നെ ഡോക്ടർ പറയുന്നത് നമ്മൾ കേൾക്കണം, അല്ലാതെ അവരെ ചോദ്യം ചെയ്യാനൊന്നും പോകരുത്. ആവശ്യമില്ലാത്ത സ്കാനിങ് ഒന്നും വേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. സ്കാനിങ് ആവശ്യമില്ല, നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? കുറച്ചു മുമ്പ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലല്ലോ. അറിയണമെങ്കിൽ മാനസമോളെ വിളിച്ച് ചോദിക്കേ. അമ്മ ഇങ്ങനെയൊക്കെ പറയൂ വെച്ച, നമ്മൾ അതിന് ചെവി കൊടുക്കാൻ പോയിരുന്നാ മതി. ഓഹോ, അപ്പൊ ഞാൻ പറയുന്നതൊക്കെ വേസ്റ്റ് ആണെന്നല്ലേ നീ പറയുന്നത്? നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ അതിന്റെ കൗണ്ടർ കൃത്യമായിട്ട് പറയൂ വെച്ച. അതുകൊള്ള കൂടെ പിറപ്പാ, അത് മാറാൻ പോകുന്നില്ല. എങ്ങനെയുണ്ട് മാഡം? ജയക്ക് സ്കാനിങ് ചെയ്യണമെന്നാ പറയുന്നത്. അത് പേഷ്യന്റ് ആണോ തീരുമാനിക്കേണ്ടത്? എന്താണ് പ്രോബ്ലം എന്ന് അറിയണമെങ്കിൽ കൃത്യമായ ചെക്കപ്പ് നടത്തണം. ഇതിനു മുമ്പും ഞാൻ സ്കാൻ ചെയ്യാൻ പറഞ്ഞതല്ലേ. മാഡം പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. ഇവളതൊക്കെ പറയും ഡോക്ടർ. എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ തന്നെ ചെയ്താൽ മതി. സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി ഡോക്ടർ. മാഡം, ഞാൻ വീൽ ചെയർ എടുത്തിട്ട് വരാം. അതൊന്നും വേണ്ട സിസ്റ്ററെ, ഞാൻ നടന്നു വരാം. എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാ പൊയ്ക്കോളൂ, ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ. ശരി ഡോക്ടർ. അല്പം വാശിക്കാരിയാണല്ലേ? അതെ ഡോക്ടർ, അല്പമല്ല അതിലധിക. സ്കാനിങ് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഓക്കെ ഡോക്ടർ. ഒന്ന് വിളിച്ചു നോക്കിയാലോ മാനസ?
സ്കാനിങ് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവൂ. റിസൾട്ട് കിട്ടിക്കാണില്ല. ഇതിനു മുൻപ് ഇങ്ങനെ ആന്റിക്ക് വന്നിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ഇനി ചിലപ്പോ BP കൂടിയിട്ടാണോ എന്നൊരു സംശയം. എന്തായാലും ബോധം തെളിഞ്ഞല്ലോ, നമുക്ക് നോക്കാം. ഇതാ കുടിക്കാം. മതി. ആ കുടിക്ക് ഭാവന. മനസ്സാ, നിനക്ക് എന്നെ പരിചരിച്ചിട്ടൊരു മടുപ്പ് തോന്നുന്നില്ലേ? മടുപ്പോ? എന്തിന്? നമുക്ക് ഭാവന, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കണ്ട. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്നത്തെ കാലം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും ഒറ്റാനും മാത്രമേ പലരും ശ്രമിക്കാറുള്ളൂ. പക്ഷെ മാനസ അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിക്ക് ഭാവന ഈ പറഞ്ഞ പോലെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ആന്റിക്ക് സുഖമില്ലാതായപ്പോ ഭാവനയെ വേണമെങ്കിൽ ഇവിടെ ഒറ്റക്കിട്ടിട്ട് എനിക്കും കൂടെ പോയിക്കൂടെ? പക്ഷെ ഞാൻ അങ്ങനെ പോവില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ പലരും മറന്നു പോകുന്ന ഒന്നാണ്, പെട്ടെന്നൊരാൾക്ക് സുഖമില്ലാതാവുമ്പോ ആ വ്യക്തിയെ കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാൻ നോക്കും. പക്ഷേ ആ സമയത്ത് വീട്ടിലുള്ളവരെ കുറിച്ചോ വീടിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കില്ല. ഒടുവിൽ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷമോ തിരികെ വന്നതിന് ശേഷമോ ആയിരിക്കും നമ്മൾ വീടിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ചിലപ്പോ കൊച്ചുകുട്ടികളോ പ്രായം ചെന്നവരൊക്കെ ആയിരിക്കും മണിക്കൂറുകളോളം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. ശരിയല്ലേ? അതെ, നിന്റെ കാഴ്ചപ്പാട് വളരെ ശരിയാ. എത്ര കൃത്യമായ ദീർഘവീക്ഷണമാണ് നിനക്കുള്ളത്. ഇത്തരം സന്ദർഭങ്ങൾ മുതലെടുക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന ധാരാളം സാമൂഹിക വിരുദ്ധര് നമ്മുടെ ചുറ്റും ഉണ്ടാവും. അങ്ങനെയുള്ള പല സംഭവങ്ങളും പലയിടത്തും നടന്നിട്ടുണ്ട്. അതുപോലൊരു സംഭവം ഇന്നിവിടെ ഒഴിവായത്. ഞാനും കൂടി അവരോടൊപ്പം പോയിരുന്നെങ്കിൽ ഭാവനയുടെ അവസ്ഥ എന്താവുമായിരുന്നു? ഞാൻ ഇങ്ങനെ ഭാവന എവിടെയും അല്പം മുൻപേ ചിന്തിക്കും. അതിന്റെ ഒരു രീതിയാ. ശരിക്കും പല കാര്യങ്ങളിലും നിനക്ക് നിന്റേതായ ഒരു രീതിയുണ്ട്. അതെല്ലാം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. എന്നും നീ ഇത് കാത്തു സൂക്ഷിക്കണം. ഉറപ്പായി എന്റെ രീതികളെ ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്താ ഡോക്ടർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് സിസ്റ്റർ പറഞ്ഞത്? ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സർ. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഡോക്ടർ പറഞ്ഞോളൂ. പറയേണ്ടതാണെങ്കിൽ പറഞ്ഞല്ലേ പറ്റൂ. അമ്മയുടെ സ്കാനിംഗ് റിപ്പോർട്ട് വന്നു. നമ്മൾ പ്രതീക്ഷയിലും വിപരീതമായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്താ ഡോക്ടർ, എന്തായാലും വ്യക്തമായിട്ട് പറയൂ. മാഡത്തിന്റെ ബ്രെയിനിന് അടുത്തായിട്ട് ഒരു ട്യൂമർ വളരുന്നുണ്ട്. ആരംഭഘട്ടമാണെങ്കിലും ഒരു സർജറി അസാധ്യമാണ്. കാരണം അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയ ഭാഗം അത്. ഞങ്ങൾ എന്താ ഡോക്ടർ കേൾക്കുന്നത്? അതെ സർ. അതുകൊണ്ടാണ് മാഡത്തിന് പതിവില്ലാത്ത രീതിയിലുള്ള പെയിനൊക്കെ ഇടയ്ക്ക് വരുന്നത്. ബ്രെയിനിൽ നിന്നും സെന്റിമീറ്ററുകളുടെ അകലം മാത്രമേ ഈ ട്യൂമറിനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സർജറി അസാധ്യമാണെന്ന് പറഞ്ഞത്. പിന്നെ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? അമ്മയെ ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. പെട്ടെന്നൊരു സർജറി ചെയ്യുന്നത് റിസ്ക് ആണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും.